ഓൺ റിപ്പോർട്ടർ. ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആരോഗ്യവകുപ്പ് മേധാവികളുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. നടപടിക്രമങ്ങളിൽ കാലതാമസം ഒഴിവാക്കാനും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് മുൻഗണന നൽകാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. നിയമനങ്ങളും സ്ഥലമാറ്റങ്ങളും മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. സന്ദ്ര സജു വിവരങ്ങളുമായി ചേരുകയാണ്. സന്ദ്ര, ഇപ്പോൾ മരുന്ന് ലഭ്യമാക്കണമെന്ന നിർദ്ദേശം, മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണം എന്നുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നടത്തണം എന്ന നിർദ്ദേശം, ഈ കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കൂടി വേണ്ടതുണ്ട്. അതിന്റെ മേൽനോട്ടമടക്കമുള്ള കാര്യങ്ങളിൽ നിർദ്ദേശമുണ്ടോ? മധു, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു വകുപ്പായിരുന്നു ആരോഗ്യ വകുപ്പ്. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രി കെ മുരളീധരൻ ആ ഒരു വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും കൃത്യമായി തന്നെ ആ വകുപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, പ്രത്യേകിച്ച് വിവാദങ്ങളും മറ്റു പ്രശ്നമില്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആദ്യ ദിവസം മുതൽക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ അദ്ദേഹം ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെയും യോഗം വിളിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് മരുന്നുകളുടെ ക്ഷാമം ഉണ്ടാകരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം, പല തവണയായി പല മരുന്നിന്റെ ലഭ്യതക്കുറവ് ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അപ്പോൾ ആളുകൾ ആശുപത്രിയിലേക്ക് വരുമ്പോൾ കൃത്യമായി തന്നെ അവർക്ക് നൽകാനുള്ള മരുന്ന് എല്ലാ ആശുപത്രികളിലും, സർക്കാർ ആശുപത്രികളിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനമായി തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൽ നിയമനങ്ങൾ നടത്തുമ്പോഴും ട്രാൻസ്ഫറുകൾ നടത്തുമ്പോഴും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം അത് നടത്താൻ എന്നുള്ള നിർദ്ദേശം കൂടി എന്തായാലും അദ്ദേഹം ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, മഴയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം അത് കൃത്യമായ രീതിയിൽ തന്നെ നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മറ്റൊന്ന് അദ്ദേഹം മുന്നോട്ടേക്ക് വച്ചിരിക്കുന്നത്. കാരണം കൃത്യമായ രീതിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പകർച്ചവ്യാധികൾ സംസ്ഥാനത്തെ പിടിമുറുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വെയിൽ കഴിഞ്ഞിട്ട് മഴയൊക്കെ വന്നപ്പോൾ തന്നെ ഈ പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ സംസ്ഥാനത്ത് കൂടുന്ന ഒരു കണക്ക് തന്നെയാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പകർച്ചവ്യാധികളെ തടയാനുള്ള പ്രവർത്തനങ്ങൾ അത് ശക്തമായി തന്നെ ആരോഗ്യവകുപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം കൂടി എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നൽകിയത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി പാലിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരൻ എന്നത് പ്രധാനമാണ്. അതിനൊപ്പം തന്നെ നിയമനങ്ങൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രം നടപ്പിലാക്കണം. പിൻവാതിൽ നിയമനം